ഹായ് കൂട്ടുകാരെ, ഞാനില്ലേ PVC പൈപ്പ് എടുത്തിട്ട് ഞാൻ എൻ്റെ കൂർക്കൽ കൃഷി ചെയ്തത് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ കൂർക്കൽ കൃഷി PVC പൈപ്പിൽ ഇട്ടതെന്ന്, എവിടുന്ന് എനിക്ക് ഈ കൂർക്കലിൻ്റെ തണ്ട് കിട്ടിയെന്നു എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എന്നും പറയും പോലെ തന്നെ എല്ലാവരും തന്നെ ഒരു വിധ ആൾക്കാരൊക്കെ എന്നെ സ്നേഹിച്ച് ലൈക്ക് ചെയ്തിട്ട് കാണുന്നവരാണ്. അഥവാ മറന്നിട്ടോ പോയെങ്കിലോ എന്ന് വിചാരിച്ച് പറയുന്ന ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണാൻ നോക്കണം കേട്ടോ. എന്നാൽ വരി നമുക്ക് വീഡിയോയിലോട്ട് പോയി ഇതിൻ്റെ ഫുൾ കണ്ട് നിങ്ങൾ അതുപോലെ കൃഷി എടുത്തിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. നല്ല സൂപ്പർ ഐഡിയയാണ്. വേസ്റ്റ് സാധനമാണ് ഇതിൽ ഫുള്ള് നിറച്ചതും. ഇത് വേസ്റ്റ് നമുക്ക് യൂസ്ഫുള്ളാക്കി മാറ്റി. എന്നാൽ വരി. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് ഫീൽഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിൽ എന്നും നടിയിലൊക്കെ നിങ്ങളെ കാണിക്കല് ഓരോന്നോരോന്ന് വളർന്നു വരുന്നുണ്ട്. നമുക്ക് എപ്പോൾ നട്ടാൽ എന്നും കിട്ടുള്ളൂ. അപ്പം ഞാനിന്ന് എൻ്റെ നടിയിൽ ഏതിലാന്നുള്ളൊരു കൗതുകമുള്ളതാട്ടോ. നമുക്ക് സ്ഥലമില്ലെങ്കിലും പോട്ടില്ലെങ്കിലും പൈസ കൊടുത്ത് വാങ്ങാൻ കഴിവില്ലെങ്കിലും ഒക്കെ നമ്മളെ വീട്ടിൽ വേസ്റ്റായി കിടക്കുന്നുണ്ടാവും. ആ വേസ്റ്റായി കിടക്കുന്ന ഒന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് നടാൻ പോകുന്നത് കേട്ടോ. നടുന്നത് എന്താണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം. പുതിയ വീടെടുക്കുന്നവർ അല്ലെങ്കിൽ പഴയ വീടായാലും നമ്മൾ പ്ലംബിങ്ങിൻ്റെ ഒക്കെ പണിയെടുക്കുമല്ലോ. ആ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ എടുക്കുമ്പോൾ ബാലൻസ് വരുന്ന പൈപ്പ് ഉണ്ടാവും, PVC പൈപ്പൊക്കെ. ഇന്ന് ഞാൻ PVC പൈപ്പിലാണ് നടാൻ പോകുന്നത് കേട്ടോ. എന്നാൽ വരി, ആ പൈപ്പും എങ്ങനെയാണ് നടുന്നതും എന്താ നടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. വരി, ഞാൻ പറഞ്ഞല്ലോ ഞാൻ PVC പൈപ്പിലാണ് നടുന്നത്. ഇത് വണ്ണുള്ളൊരു പൈപ്പിന് ഈ വീടിൻ്റെ ബാക്കിൽ ഇങ്ങനെ കണ്ടിരുന്നു കുറേ ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ PVC പൈപ്പിൽ എന്തെങ്കിലും നടാലോ എന്നുള്ള ഇങ്ങനെ ബോധം നട്ട് വിളവെടുത്തു. കഴിഞ്ഞ കൊല്ലം നട്ട് പച്ചമുളക് നട്ട് കുറേ വിളവെടുത്തതാണ്. പിന്നെ അതെല്ലാം ഞാൻ മാറ്റി കളഞ്ഞ് തേച്ച് കഴുകി വൃത്തിയാക്കി നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവന്നാട്ടോ. കുറേ ഹോൾസ് ഇട്ടതാ, 1 2 3 ഇങ്ങനെ ഹോൾസ് ഇങ്ങനെ ഇട്ട്, അങ്ങനെ ഞാൻ 9 ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇതിലാണ് ഞാൻ നടുന്നത്. എന്താണെന്നറിയണ്ടേതാ എൻ്റെ കൂർക്ക. ഈ കൂർക്കല്ലേ എന്നോട് ഇതിൻ്റെ മുമ്പ് ചോദിച്ചിരുന്നത് പനിക്കൂർക്കയാണോ? ഇത് പനിക്കൂർക്കയൊന്നുമല്ല, അത് ഉപ്പേരി വെക്കുന്ന നല്ല ടേസ്റ്റുള്ള കൂർക്കൻ്റെ തണ്ടായത്. നമ്മൾ കൂർക്ക കൃഷി എങ്ങനെ ഉണ്ടാക്കുകയെന്നറിയോ? നമ്മൾ കൂർക്ക കൊണ്ടുപോയി നട്ടാൽ അത് അത്ര അങ്ങോട്ട് വിജയിക്കൂല. കായ്ക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല, വിജയം കുറവ് തന്നെയാണ്. കപ്പ മധുരക്കിഴങ്ങും ഒക്കെ നമ്മൾ തണ്ട് വെട്ടിയിട്ടാണല്ലേ നമ്മൾ നടുന്നത്. അതുപോലെ തന്നെ കൂർക്കക്കും. ഞാൻ ഈ കൂർക്ക ഉപ്പേരി വെക്കാൻ കൊണ്ടുവന്ന കൂർക്ക വീട്ടിൽ പഴയ കുറച്ചുണ്ടായിരുന്നു ചെറുത്. അത് കൊണ്ടുപോയി ഞാൻ പാകി മുളപ്പിച്ച് നട്ടതാണ്. ഇത് തണ്ട് നട്ടതാണ്. ഈ തണ്ട് നട്ട് ഇത് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും നടാം. കാരണം ഇപ്പം കൂർക്ക നടുന്ന മാസമാണ് ഇത്. ഈ സമയത്ത് കൂർക്ക നട്ടോളണം. അപ്പം നമ്മൾ എന്താക്കണം എന്നറിയോ? ഇങ്ങനെ ഒരു തണ്ട് പൊട്ടിച്ചിട്ട് നട്ടാൽ മതി. അങ്ങനെ വീണ്ടും ഇതിൽ ശാഖ നന്നായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ PVC പൈപ്പ് ഞാൻ എന്താ ചെയ്തതെന്നറിയോ? ഇത് എടുത്ത് കൊണ്ടുവന്നിട്ട് കത്തി ചൂടാക്കിയാൽ മതി. കത്തി ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് 1 2 3 4 5 6 7 8 9 ഇത്ര മതി. ഇത്രയുള്ളത് ഇത്രയുള്ളത് സ്പേസേ ഉള്ളൂ. കാരണം കൂർക്ക നല്ലോണം ശാഖയും കുറച്ച് കായൊക്കെ ഉണ്ടാവും. ഇതിൽ പൊട്ടി മിക്സ് നല്ലതാണെങ്കിൽ നല്ലോണം കായ് കിഴങ്ങുണ്ടാവും. അപ്പോൾ ഞാൻ അടിഭാഗം കണ്ടോ മൊത്തം ഹോൾസല്ലേ, ഇവിടെയും തുറന്നിട്ട് ഇവിടെയും തുറന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഹോൾസ് ഉണ്ടാക്കി, ഇവിടെ ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചില്ല, നീണ്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി കയറുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കെട്ടിയിട്ട് ചകിരി വെച്ച് നിറച്ചതാ. എന്നാൽ പിന്നെ അതൊന്നും ആവൂല. അല്ലാതെ നമുക്ക് ഈ പോട്ട് വാങ്ങി മടുത്ത്, ഗ്രോ ബാഗ് വാങ്ങി മടുത്ത്. ഇതാണെങ്കിൽ വേസ്റ്റ് മൂലരും. അന്നേരം ഞാൻ കണ്ടൊരു മാർഗ്ഗം കേട്ടോ. നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇത് വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. അത് കണ്ടാൽ വിചാരിക്കും നിങ്ങൾ ദൂരം പ്രയാസമുണ്ട് നടാൻ. ഒരു പ്രയാസമില്ല. കത്തി നിന്ന് ചൂടാക്കിയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഏതാകൃതിയിലും വെട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ കണ്ടോ, ഇനി നടുന്നതിൻ്റെ മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി നിങ്ങളെ വീട്ടിൽ ഇത്ര വലിയ സൈസ് ഇല്ലെങ്കിൽ ഇനി ചെറിയ സൈസുള്ളതിലൊക്കെ നടാം. പിന്നെ വലിയ കുപ്പിയില്ലേ, ആ കുപ്പിയിലും നടാം. ഒക്കെ നമുക്ക് വേണ്ടാത്ത വേസ്റ്റ് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നടാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഹോൾസ് ഇങ്ങനെ വന്നില്ലേ, അപ്പോൾ നമ്മൾ ഇവിടെ ഒക്കെ നട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നനയ്ക്കുമ്പോൾ എന്താവും, ഈ ഹോൾസിലൂടെ ഒക്കെ വെള്ളം പോയി ഈ അടിഭാഗത്തുള്ളതിന് കിട്ടാണ്ടാവും. ഇപ്പം മഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നടുക്കൊരു
പൈപ്പ് വെക്കണം. ഈ പൈപ്പില്ലേ, ഈ പൈപ്പ് ഹോൾസ് ഇട്ടൊരു പൈപ്പ് നടുക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ നമ്മൾ ഇതിലൂടെ നനച്ച് കഴിഞ്ഞാൽ പതുക്കെ ഇതിലെല്ലാത്തിനും കിട്ടും. നമുക്ക് ഇവിടെ ഇതിലും നനക്കാം, ഇതിലേക്ക് നിറച്ചും വെക്കാം. പിന്നെ അടിഭാഗം ഞാൻ എന്താക്കിയെന്നറിയോ, ഇങ്ങനെ ഒരു കെട്ടീന് പ്ലാസ്റ്റിക് കൊണ്ട്. എന്താണെന്നറിയോ, നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞ് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം അപ്പോടെ ഒലിച്ചങ്ങ് പോകും. അപ്പോൾ ഒലിച്ച് പോകരുത്, അങ്ങ് തടഞ്ഞ് നിൽക്കണം, വെള്ളം അവിടെ കെട്ടി നിൽക്കണം, എന്നാലേ ഇതിൽ നിന്നൂടെ പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ കുറേ ബുദ്ധിയും പ്രയോഗിക്കണം ഇതിന്. അപ്പോൾ ഞാൻ തുടങ്ങാൻ പോവാണ് കേട്ടോ അത് നടുന്നത്. എന്നായിക്കോട്ടെ, വരും. പറഞ്ഞ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ചീവീടിൻ്റെ ഒരു കരച്ചിലിൻ്റെ അമ്മോ, ചുറ്റും ചീവീടാ. ഈ ചീവീടില്ലേ രാവിലെ നോക്കുമ്പോൾ കുറേ ചത്ത് വെക്കുന്നത്, എങ്ങനെ ഇതിങ്ങനെ ചാവുന്നതെന്ന് അറിയില്ലേ. ഇപ്പം നിന്ന് പിന്നെ അങ്ങോട്ട് തുടങ്ങും ശക്തി. എനിക്കിഷ്ടമാണ് കേട്ടോ പ്രകൃതിയുടെ ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാ തുടങ്ങി. അത് എന്തിനു വേണ്ടിയിട്ടുള്ള കരച്ചിലാണെന്നാണ് മനസ്സിലാവാത്തത് കേട്ടോ. ഈ കൂർക്ക നടുമ്പോൾ ഓരോ സംശയങ്ങളാണ്. ഞാനിവിടെ നടുവിൽ ഇറക്കി വെച്ചിട്ടോ, ഇറക്കി വെച്ച് ഇനി അടിയിൽ കുറേ ഞാൻ ഇതിട്ടിട്ടുണ്ടല്ലോ ആയുധങ്ങൾ. ഇതിലിടാ നറുക്കുന്നതൊക്കെ കൊണ്ടുവച്ചിന്. ഇതാ എൻ്റെ സീമക്കൊന്ന വെട്ടി കൊണ്ടുവന്നതിന്, പിന്നെ കരിയില കമ്പോസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന്, മണ്ണും കൊണ്ടുവന്ന്. ഇതും ഞാൻ നറുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ വേണ്ട, എല്ലാം കൂടെ വേണ്ട വിചാരിച്ചിത് മാറ്റി വെച്ച്. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണിടട്ടെ കേട്ടോ അടിയിൽ. ഈ നടുവിലെ പൈപ്പിലൊന്നും ഇടൂലേ, ആ വെള്ളത്തിനാ. അങ്ങനെയൊക്കെ ചെയ്താലുണ്ടല്ലോ നമുക്ക് നന്നായിട്ട് പച്ചക്കറി വിളവെടുക്കുക. നമുക്കുള്ള പച്ചക്കറി നമുക്ക് തന്നെ ഓരോരുത്തർ നട്ടിട്ട് നമ്മൾ നോക്കിക്കുന്നത് എന്തിനാ, നമ്മൾ കൃഷി ചെയ്തൂടെ. ഇട്ട് ഇനി ഞാൻ കുറച്ച് ഇതിടട്ടെ. ഇതാണ് എൻ്റെ തണ്ട്, നല്ല ബലം കിട്ടും തണ്ടിനും വേരിനും. ഇതിൽ ധാരാളം നൈട്രജൻ ഉള്ളതാണ്. ഈ പച്ചില വളം നല്ലതല്ല. അത് മാത്രമല്ല, നമ്മളിടുന്ന മണ്ണില്ലേ പാറ പോലെ ഉറക്കൂര. ഇപ്പം നമ്മളെ ഈ കൂർക്കലിൻ്റെ തണ്ടിന് സുഖമായിട്ട് ഇങ്ങനെ ഓടി നടത്തുന്ന വേരുണ്ടായി. വേരിൽ നിന്നാണ് ഈ കിഴങ്ങ് ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ഓരോ പീസ് ഇവിടെ വെക്കട്ടെ, അല്ലാതെ വെക്കാൻ കഴിയില്ല. ഞാനിപ്പം തന്നെ തുടങ്ങുക കേട്ടോ വെക്കാൻ. മണ്ണ് ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഞാൻ ഈ മണ്ണിലേക്ക് ഇതങ്ങ് ഇടട്ടെ കേട്ടോ, മിക്സാക്കട്ടെ. എന്താന്ന് പറഞ്ഞാൽ ഓരോന്ന് ഇടണ്ട. മണ്ണിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. മണ്ണെന്നെ കരിയില കമ്പോസ്റ്റൊക്കെ കുറേ ഉള്ളത് തന്നെയാണ്. കറുത്ത മണ്ണാണ് നോക്ക്. ഈ മണ്ണിൽ ഉഷാറിലുണ്ടാവും. ഇതാ കുറച്ചുകൂടി അങ്ങ് ഇടട്ടെ. ഞാൻ മണ്ണിടുമ്പോൾ ഈ പൈപ്പിലൊന്നും ആവാതെക്കണം. പൈപ്പിൽ വെള്ളം നിറക്കാനാണ്. ഞാൻ വെട്ടിയെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെ അങ്ങനെ വെട്ടിയാൽ മതി. 1 2 കുറച്ച് നീളമുള്ളതാകും, ഉള്ളിലേക്ക് വേര് പോയിക്കോളൂ. നടട്ടെ. ഇവിടെ അങ്ങ് നട്ടു കൊടുക്കാം. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഉഷാറുണ്ടാവട്ടെ. ഇനി കുറച്ച് മണ്ണിടുക. നടാൻ ഈസിയാണ്, കൊണ്ടെടുക്കാനൊക്കെ ഈസിയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് അമർത്താം. നട സ്ട്രോങ്ങിൽ നിൽക്കും. ഞാൻ ഒരിക്കലും ഇതിൽ നട്ടതാ. എൻ്റെതൊക്കെ ഇപ്പം 2ാമതും 3ാമതും ഒക്കെ നട്ടതായിട്ടുണ്ട്. ഇനി ഞാൻ പറിച്ച് നടട്ടെ. നല്ല ആരോഗ്യമുള്ള തൈകളാട്ടോ അത്. തൈകളായില്ല, എന്നാലും ഇതിമേ നിങ്ങൾ പൊട്ടിച്ചെടുക്കുന്നത്. എത്ര പെട്ടെന്ന് അതിൽ വന്നത് എന്നറിയോ. ഈ കൂർക്ക എന്തൊരു ടേസ്റ്റ് ഉള്ളതാണെന്നറിയോ. ഞാൻ അതാ 1ാമതിൻ്റെ പുറകെ നടക്കുന്നത്. എനിക്ക് കുറേ ചാക്കിൽ ഞാൻ നട്ടിട്ടുണ്ട്. ഇതാ ഇത്രയും നട്ടു, കണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതാ ഇത്രയും നട്ട്. ഇനി ഞാൻ മണ്ണ് നിറക്കട്ടെ. കുറച്ച് മുറിച്ചങ്ങ് വെക്കട്ടെ കേട്ടോ, എന്നാൽ പിന്നെ ആ സമയത്ത് ചെയ്യണ്ട.
നന്നായിട്ടുണ്ടാവും. നമ്മൾ നട്ടയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക, അങ്ങനെ തന്നെ മധുരക്കിഴങ്ങും കട്ട് ചെയ്തെടുക്കുക. കാരണം ഞാൻ അതൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് പ്രാക്ടീസാണ്. ഞാൻ നിങ്ങളോട് അതാ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ, നട്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഈസിയാണ്. നമ്മൾ മനസ്സ് വെച്ചാൽ നമ്മളെ മക്കൾക്ക് വിഷരഹിത പച്ചക്കറി കൊടുത്തൂടെ? ഒരു കൂർക്കൽ കൊതിയായിട്ട് കൂർക്കൽ വാങ്ങാൻ നിങ്ങളൊന്ന് കടയിൽ പോയി ഇതിൻ്റെ വില കേട്ടങ്ങൾ ഞെട്ടു. കൂർക്കലും കപ്പയും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ത് രസാന്നറിയോ? ഇതിടട്ടെ, മേലെ എത്തിയാൽ മാത്രമേ ഇതെന്താവുള്ളൂ അറിയോ. നമ്മൾ മേലെ വെത്തിയിട്ട് നമുക്ക് അമർത്താൻ പറ്റൂ. ഇനി ഒന്ന് അമർത്തി വെക്കാം. കുറേ മേലെ എത്തി. ഇങ്ങനെ ഉണ്ടാക്കുന്നവരാണെന്ന് പറയണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഓരോ ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ടവർ കൂടുതൽ ആൾക്കാരും കൃഷിയുമായിട്ട് താല്പര്യമുള്ളവരാണ്. അവരാണ് ഈ ഐഡിയ എല്ലാം ചെയ്യുന്നുമുണ്ട്. നട്ട ലീസ്റ്റ് ഓരോരുത്തർ നട്ട ലീസ്റ്റ് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടു. ഞാൻ അത്ര നട്ടിയില്ല. ഇന്നലെയൊക്കെ എത്രയാ നട്ടത്, എന്തെല്ലാം സൈസാണുള്ളത്. അവർ ലീസ്റ്റ് തന്നെ കമൻറ്റിൽ കണ്ടതാണ് ഞാൻ. അന്ന് നേരിൽ കാണാൻ കഴിയണമില്ല, കാരണം നമുക്ക് തമ്മിൽ ആരും ഒരു പരിചയമില്ലല്ലോ. എവിടെ ഇതുള്ളത് കാണുന്നില്ല. ഇവിടെ നട്ടു, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഇവിടെ നട്ടു, 2 എണ്ണം വെച്ച് നടാൻ തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാത്തിലും 2 എണ്ണം വെച്ച് നടുക. കാരണം ഇത്രേ ഹോൾസ് ഇതിന് പറ്റുള്ളൂ. ഇതിങ്ങനെ വിസ്താരത്തിൽ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. കർക്കിടക മാസത്തിലാണ് പോലും നമ്മൾ ഇത് നടേണ്ടത്. ഇനി ഞാൻ കുറച്ചും കൂടെ അത് ഇടട്ടെ. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പച്ചില വെള്ളം, കരിയില, മണ്ണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ മണ്ണ് പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറക്കാത്ത മണ്ണിലാണ് ധാരാളം വേരോട്ടം ഉണ്ടാകുക. വേരാണല്ലോ ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകൾക്കും തണ്ടിനും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത്. എന്നോട് ഒരാൾ പറഞ്ഞ് കമൻറ്റ് കണ്ടാണ്, എൻ്റെ വീഡിയോ കണ്ടാൽ സയൻസ് ക്ലാസ്സിലിരിക്കും പോലെ ഉണ്ടെന്ന്. സയൻസ് ക്ലാസ്സിലിരിക്കും പോലെ ഉണ്ടെന്ന്. കാരണം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും പിന്നെ വേരിൻ്റെ ധർമ്മങ്ങളും ഒക്കെയാണല്ലോ ഈ പറഞ്ഞു തരുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ട്, അങ്ങനെ ആയിപ്പോകുന്നതാണ്. വൃക്ഷങ്ങൾ ഇലകളും ഒക്കെ ഒരു സയൻസിൻ്റെ ഭാഗം തന്നെയാണല്ലോ. പിന്നെ ഞാൻ സയൻസ് ടീച്ചറൊന്നും അല്ല. ഞാനിങ്ങനെ ഇതിൻ്റെ കുറേ കാലമായി കൃഷി എടുത്തിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. എന്താ മേലെ കൈ ഞാൻ ആ പൈപ്പിൻ്റെ മേലെ കൈ ഇങ്ങനെ അടച്ച് വെച്ച് ഞാൻ. കാരണം എന്താ പറയുക, പൈപ്പിലൂടെ മണ്ണിറങ്ങിയത്. മണ്ണിറങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങൂല. നമുക്ക് വെള്ളം വേണമല്ലോ, വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണമല്ലോ. ഇനി ഇത് കുറേ കഴിഞ്ഞാൽ ഇത് അമർന്നാൽ നമുക്ക് വീണ്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാരോ എന്നോട് സംശയം ചോദിച്ചിന്. ഇത് അമർന്നാൽ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം. എല്ലാ ഹോൾസിലും ആയോ? ഇവിടെ ഞാൻ കുറച്ച് പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇടാം. ഞാൻ ഒന്ന് അമർത്തി നോക്കുമ്പോൾ കുറച്ചും കൂടി മണ്ണ് ഇടേണ്ടി വന്നു. ഇത് കുറേ അങ്ങ് അമർന്ന്, കാരണം ചപ്പാണല്ലോ ഇട്ടത്. ഇപ്പം തന്നെ അങ്ങ് നിറച്ച് കഴിഞ്ഞാൽ ആ വലുത്ത് നിൽക്കുന്നത് കണ്ടോ. ഇനി ഉഷാറായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കും വിളവെടുപ്പ് കാണിക്കണേ. ഞാൻ കാണിക്കലുണ്ട്. എൻ്റെ വിളവെടുപ്പ് അധികം ആൾക്കാർ കാണൂല. എൻ്റെ നടീൽ രീതിയൊക്കെ ഒരാരും അങ്ങനെ ഒരുവിധ ആൾക്കാരൊക്കെ കാണും. വിളവെടുപ്പ് അങ്ങനെ കാണുന്നില്ല. വിളവെടുപ്പിലുണ്ട് എല്ലാം. എന്താ എന്ത് ഭംഗിയാലേ കാണാൻ തന്നെ. വിജയകരമായിട്ട് ഞാൻ എൻ്റെ മേലെ നടട്ടെ കേട്ടോ. ഇനി പൈപ്പ് കാണൂല, ലാസ്റ്റ് ഈ പൈപ്പ് കാണൂല. ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കൂ കേട്ടോ. എല്ലാം ഞാൻ കാണിക്കും.
വിജയകരമായിട്ട് ഞാൻ കൂർക്ക കൃഷി ഇതിനിപ്പോൾ എത്ര തണ്ട് ഇതിനി കുറേ കഴിഞ്ഞാൽ ഉണ്ടായി നമുക്കറിയാം. ഇതിൻ്റെ ഇല കണ്ടാലും ഇതിൻ്റെ കളറ് കണ്ടാലും മനസ്സിലാവും എങ്ങനെയൊക്കെ കൂർക്ക ഉണ്ടാവും. ഇതിൽ നിറയെ കൂർക്ക വന്ന് തിങ്ങും. ഞാനിട്ട് അങ്ങനെ മറിച്ചിങ്ങനെ കുടഞ്ഞിട്ടാൽ മതി. ഒരിക്കലും ഞാൻ അങ്ങനെ നട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഉറപ്പിച്ച് പറയുന്നത്. ഇതാ എങ്ങനെയുണ്ട് കാണാൻ. ഇനി എവിടെയെങ്കിലും ആരെങ്കിലും കയ്യിൽ പൈപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നട്ടോളൂ കേട്ടോ. ഇനി ഇത് മാത്രമല്ല, ചെടി പല പൂച്ചെടികളും നടാം. അങ്ങനെ കൂർക്ക നട, പൊന്നാങ്കണ്ണി നട, പലതും നട. അങ്ങനെ പിന്നെ ഇത് നട, ഇതെന്നറിയോ, പിന്നെ മധുരക്കിഴങ്ങ് നട. നല്ല രസമാണ് അങ്ങനെ നട്ടാൽ. നമ്മൾ കായ്ച്ച് ഇത് കാണാനും രസമാണ്. നട്ട് കഴിഞ്ഞല്ലോ. ചിലവർക്ക് പച്ചക്കറിയോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് കണ്ണഞ്ചിപ്പിക്കാൻ ഞാൻ എൻ്റെ പൂക്കളൊന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഈ കർക്കിടക മാസത്തിൽ കോരിച്ചെരിയുന്ന മഴയത്തും എനിക്ക് പൂക്കൾ വല്ലാണ്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ ആ നോട്ടം കൊണ്ടായിരിക്കും പൂക്കളെ പുഴു തിന്നതാ. ഇതൊക്കെ നോക്കാമല്ല അടിപൊളിയായിട്ട്. ഇതാ ഇവിടെയൊക്കെ ഈ പൂവ് എന്താന്ന് ഞാൻ ചോദിച്ച് നല്ല വലുപ്പത്തിലുണ്ടായിന് ഈ പൂവ് കേട്ടോ. ഒക്കെ എൻ്റെ ഫാൻസ് തരുന്ന എന്താ എൻ്റെ ജമന്തി ഇവിടെ പൂട്ട് കഴിയാനായി ഒന്നിനേക്ക് ഇവിടെ നിറച്ച് മുട്ടിടുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് ഇതൊക്കെ എൻ്റെ ഫാൻസുകാർ എനിക്കില്ലാത്തത് കൊണ്ടുവരും. ഇവിടെ അവർക്കില്ലാത്തത് ഇവിടുന്നും കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ഒരു കൂട്ടായ്മയാണ്, നമ്മൾ ഒന്നിച്ചങ്ങ് മുന്നോട്ട് പോകുന്ന. അങ്ങനെ അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ കൂർക്കൽ കൃഷി കണ്ടല്ലോ. ഇതൊക്കെ ഒരു കൗതുകമാണെങ്കിൽ ഇതിലൊക്കെ നന്നായിട്ട് വിളവ് കിട്ടും. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഇതൊക്കെ കാണിച്ചു തരുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും നടാന്നുള്ളത് മനസ്സിലാക്കി തരാനാട്ടോ. കാരണം നമ്മൾ വീട്ടമ്മ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് വീട്ടിൽ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ എടുക്കൂ. ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഓല് പുറത്ത് പണിക്ക് പോകുന്നവരല്ലേ, വീട്ടിലാണല്ലോ നമ്മൾ നിൽക്കുക. അപ്പോൾ നമ്മൾ ഓരോന്ന് ചിന്തിച്ചിട്ട് ഇനി തീരെ താല്പര്യം അല്ലെങ്കിൽ താല്പര്യം ഇല്ലാണ്ടൊന്ന് നട്ടു നോക്കി. എന്നാൽ അതിൻ്റെ വളർച്ച കണ്ട് നമ്മൾ അറിയാതെ മെല്ലെ നമ്മൾ കൃഷിയിലോട്ട് ഇറങ്ങും. 100ൽ 100 ഉറപ്പാണ്. അങ്ങനെ ഇറങ്ങുന്ന എത്രയോ പേരുണ്ട്. മടിച്ചായി കിടന്നുറങ്ങിയവർ എന്നോട് പറയുക, എൻ്റെ മടിച്ച് ആയിട്ട് കിടക്കുന്ന എന്നെ നിങ്ങൾ ഈ കൃഷിയിലോട്ട് ഇറക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ കമൻറ്റ് എത്ര പേരെന്നറിയോ. വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ലേഡീസ് ഇങ്ങനെ കൃഷിയിലോട്ട് ഇറങ്ങുന്നത്. എൻ്റെ വീഡിയോ കണ്ട ആണുങ്ങൾ എന്നോട് പല സ്ഥലത്തു നിന്നും പറയുന്നുണ്ട്, നിങ്ങളത് കണ്ടോടുകൂടി ഇപ്പം വീട്ടിൽ ആരും ഉറങ്ങലില്ല, ഉച്ചൻ്റെ ശേഷം പണിയെടുക്കുക അതൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ കൃഷി നിങ്ങളെ കാണിച്ച് തന്നു കേട്ടോ. പിന്നെ നല്ല വിളവും കിട്ടും, എല്ലാം കൊണ്ട് പൈസയും കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.